ഞാനിവിടെ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കാണും, ഒരു കൊച്ചുകുട്ടി ഇവിടെ കയറി വന്നിരുന്നു. ഇപ്പോൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒരു കൊച്ചുകുട്ടി ഇവിടെ കയറി വന്നിരുന്നു. നമ്മൾ വീഴുതാണെന്ന് ഇങ്ങനെ ഇവിടം വരെയൊക്കെ വന്നു. അപ്പോൾ അതിൻ്റെ അമ്മ ഇവിടെ വന്നു, കുട്ടികളെ സഹായിച്ചു. കൊച്ചു കുട്ടി അങ്ങ് പോയി. എന്ത് നിർഭയമായിട്ടാണ് അവൾ ഈ പടി കയറി ചവിട്ടി ഇങ്ങോട്ട് വന്നത്. അതൊരു കൊച്ചു കുഞ്ഞിൻ്റെ ശൈശവത്തിലുള്ള നിഷ്കളങ്കതയും ആ നിർഭയത്വം ഒക്കെയാണത്. അതിന് തോന്നുന്നൊരു സ്വാതന്ത്ര്യം, അതാണ് ശരിക്കും ദൈവമക്കൾക്കടുത്ത സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ദൈവമക്കൾക്കടുത്ത സ്വാതന്ത്ര്യമാണത്. ഒരു ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്, നിർഭയം പെരുമാറുക എന്നുള്ളത്. ഞാൻ ഈ ബന്ധങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ തുടങ്ങുന്നത് മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിലെ ആദ്യ ഭാഗം, അവസാന ഭാഗം വിവരിച്ചുകൊണ്ടാണ്. മത്തായിയുടെ സുവിശേഷം 25 32 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുന്ന ചില കാര്യം ഇതാണ്. അവസാന വിധി. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരുടെയും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളി വരുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും. അനന്തരം രാജാവ് വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിക്കുവാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങളെന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങളെൻ്റെ അടുത്തു വന്നു. അപ്പോൾ നീതിമാന്മാർ പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? രോഗാവസ്ഥയിലോ കാരാഗൃഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങളിത് ചെയ്തത്. തുടർന്ന് ഇടതു ഭാഗത്തുള്ളവരോട് അവൻ തിരിച്ചു പറയും, അതായത് എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നില്ല, ദാഹിച്ചു കുടിക്കാൻ തന്നില്ല, ഇതൊക്കെ പറയും. എന്നിട്ട് അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇതൊക്കെ കൊടുത്തവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു. അപ്പോൾ സ്വർഗരാജ്യത്തിൽ പോവുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് ഇതനുസരിച്ച്. കാരണം ഞാനിപ്പോൾ ഈ ചോദിക്കുന്നതിന് നിങ്ങൾ യെസ് ഓർ നോ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകുന്നതിന് എത്ര മാർക്ക് കിട്ടും എന്നുള്ളത് മനസ്സിലാകും. ഒന്നാമത് ചോദ്യം, വിശക്കുന്നവന് ഭക്ഷിക്കാൻ കൊടുത്തിട്ടുണ്ടോ? ഇതാണ് ആദ്യത്തെ ചോദ്യം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറയും യെസ്, കൊടുത്തിട്ടുണ്ട്. അത് എവിടം തൊട്ട് തുടങ്ങാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബാംഗ്ലൂർ സിറ്റിയിലൂടെ നിങ്ങൾ പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ അടുത്ത് വന്നൊരു മനുഷ്യൻ കൈനീട്ടുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ചെറിയ നാണയത്തൊട്ടുകൾ തൊട്ട് നിങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ, നിങ്ങളിവിടെ പ്രവാസിയായി ജീവിച്ച് നിങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത്, പാവപ്പെട്ടവന് വീട് വെക്കാൻ സഹായിക്കുന്നത്, രോഗിയെ സഹായിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ട്. ഭക്ഷണം കൊടുക്കാറുണ്ട്, ഇതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ വിശക്കുന്നവന് ഭക്ഷിക്കാൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന് 100% നമുക്ക് മാർക്ക് വീഴാനാണ് സാധ്യത. മാർക്ക് കുറയാൻ സാധ്യതയൊന്നും കാണുന്നില്ല. ഇപ്പോൾ വിശക്കുന്നവനത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അടുത്തതും കറക്റ്റാണ്. ദാഹിക്കുന്നവൻ എന്നിട്ടുണ്ട്, കുടിക്കാൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 പരീക്ഷയും നമ്മൾ പാസ്സായി അല്ലേ? അപ്പോൾ സ്വർഗത്തിൽ പോകാൻ ഓക്കെയാണ് ഈ 2 പരീക്ഷ അനുസരിച്ച്. പിന്നെ ചോദിക്കുന്നത്, നഗ്നനെ ഉടുപ്പിച്ചോ എന്നാണ് ചോദിക്കുന്നത്. ദൈവം അനുഗ്രഹിച്ച് അതിൻ്റെ ആവശ്യമില്ല. കാരണം എല്ലാവർക്കും ഇഷ്ടം പോലെ തുണി, അലമാരികളിലൊക്കെ തുണി ഇങ്ങനെ കുന്നുകൂടി കിടക്കുകയാണ്. ഏതും പോരാഞ്ഞിട്ട് ഉള്ള കുറച്ച് പിള്ളേരൊക്കെ ഈ ഉള്ള തുണി തന്നെ വെട്ടി മുറിച്ചിട്ടുകൊണ്ടാണ് നടക്കുന്നത് അല്ലേ?
ഉള്ള ജീൻസ് അത് കീറിയത് മേടിച്ചുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന് ഫാഷനായി അല്ലേ. മുട്ടും കാലും ഒക്കെ കീറിയ പാൻറ് കാണിച്ചുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ഫാഷനായി മാറി, സ്റ്റൈലായി മാറി. പെൺപിള്ളേരും ഏകദേശം അങ്ങനെയൊക്കെ നടക്കുന്ന അവരുടെ ഒരു രീതിയായി മാറി. അപ്പം നഗ്നനെ ഉടുപ്പിക്കേണ്ട ആവശ്യം നമുക്കിന്നില്ല, കാരണം നഗ്നനില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ നിൽക്കുകയാണ്. പിന്നെ രോഗിയെ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. നമ്മൾ പറയാം എൻ്റെ എല്ലാ ദിവസവും എൻ്റെ വീട്ടിൽ തന്നെ ഇത് കാണുന്നുണ്ട്, കൂടെയുള്ള ആൾക്ക് മിക്കവാറും രോഗമാണ്. അല്ലെങ്കിൽ നമ്മൾ മിക്കവാറും അടുത്തുള്ളവരെയോ അല്ലെങ്കിൽ രോഗികളായിട്ടുള്ളവരെയോ ചെന്ന് കാണാറുണ്ട്, അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ അതും ഓക്കെയാണ്. പിന്നീട് ചോദിക്കുന്നത് കാരാഗ്രഹവാസിയെ സന്ദർശിച്ചോ എന്നാണ്. അത് നമുക്ക് പറ്റത്തില്ല, നമുക്ക് കാരണം അതിനെക്കുറിച്ച് അതിനൊരു സാധ്യത നമുക്കറിയത്തില്ല, നമ്മളങ്ങോട്ട് പോകാറില്ല. അത് നമ്മുടെ കൈ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് ഒരെണ്ണം അങ്ങ് വിടാം, നമുക്ക് അത് വേണ്ട, അതങ്ങ് വിട്ടു. കാരാഗ്രഹവാസി ഇല്ല. പിന്നെ ചോദിക്കുന്നത് പരദേശിക്ക് പാർപ്പിടം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പം നമ്മൾ പറയും എൻ്റെ പൊന്നച്ച, സ്വന്തം ചേട്ടനോ അനിയനോ അവിടെ വീട്ടിൽ കയറാൻ താമസിച്ചെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നില്ല ഇപ്പോൾ വീട്ടിൽ നിന്ന്, അതിൻ്റെ പ്രയാസത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ പരദേശിക്ക് എങ്ങനെ കൊടുക്കും പാർപ്പിടം? അത് വലിയ പാടാണ്. എന്നാലും ഈ 2 കാര്യത്തിനെ നമുക്ക് പ്രശ്നമുള്ളൂ, ബാക്കി എല്ലാ കാര്യത്തിനും നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഡിസ്റ്റിങ്ഷനോടുകൂടെ സ്വർഗത്തിൽ പോകണം അല്ലേ. ഒരു പരീക്ഷയ്ക്ക് നമ്മൾ 80 മാർക്ക് മേടിക്കുകയാണെങ്കിൽ ഡിസ്റ്റിങ്ഷനോടുകൂടെ സ്വർഗത്തിൽ പോകണം. ഈ 2 എണ്ണത്തിനെ നമുക്ക് പുറകോട്ട് പോയിട്ടുള്ളൂ. അതാണ് എൻ്റെ പ്രശ്നം. എന്നാൽ ഈ വചനങ്ങളുടെ ആന്തരിക അർത്ഥവും ആഴമായ അർത്ഥവും ശ്രവിക്കുമ്പോൾ നമുക്ക് ചിലപ്പം നമ്മുടെ നെറ്റി ഒന്ന് ചുളിയും. എടാ ഞാൻ പോകുമോ എന്നൊരു സംശയം ചിലപ്പോൾ തോന്നും. അതാണ് ഇന്ന് നമ്മൾ കേൾക്കുക. നമ്മുടെ ചോദ്യം ഇതാണ്, എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നിട്ടുണ്ടോ? എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നിട്ടുണ്ടോ? ഞാൻ സെമിനാരി കാലം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഡീക്കനായിരുന്ന അവസരത്തിൽ അന്ന് ഞങ്ങൾക്കൊരു ഡീക്കൺ മിനിസ്ട്രി വെച്ചിരുന്നു. 6 മാസം നമ്മുടെ പഠനം കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് പോകണമായിരുന്നു. അപ്പോൾ ആ എക്സ്പീരിയൻസിന് വേണ്ടി ഞങ്ങളന്ന് 7 ഡീക്കന്മാർ, മംഗലപ്പുഴ സെമിനാരിലുണ്ടായിരുന്ന 7 ഡീക്കന്മാരെ ഞങ്ങൾ ആദ്യമായിട്ട് കേരളത്തിൽ അന്ന് 40 ജയിലുകളുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിലെ 40 ജയിലുകൾ സന്ദർശിക്കാനായിട്ട് തീരുമാനിച്ചു. അവിടെ ധ്യാനങ്ങൾ നടത്താൻ തീരുമാനിച്ചു. നമ്മളെ അനുവദിക്കുന്നത് പോലൊക്കെ അവിടെ നമ്മൾ അങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം നമുക്ക് കുറച്ച് സമയം അനുവദിച്ച് തരും. അനുവദിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാം. പാട്ട് പാടാം, ചെറിയ സ്കിറ്റ് കളിക്കാം, ഒരു മെസ്സേജ് കൊടുക്കാം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവർ ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ എല്ലായിടത്തും നടന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, ഇരിഞ്ഞാലക്കുട ജയിലിൽ ചെന്നു, സബ് ജയിലിൽ. ഇരിഞ്ഞാലക്കുട സബ് ജയിലിൽ ചെന്നപ്പം അവിടെ ഈ പോലീസുകാർ നമ്മളുമായിട്ടൊക്കെ നല്ല ലോഹിയായിരുന്നു. അവർ പറഞ്ഞു, അവരന്ന് ഉച്ചയ്ക്കാണ് ഞങ്ങൾ ചെല്ലുന്നത്, നട്ടുച്ച സമയത്താണ് ചെന്നത്. അപ്പോൾ ഇവർക്ക് ചോറ് കൊടുക്കുന്ന സമയമാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അകത്ത് കയറിക്കോട്ടെ. അകത്ത് കയറ്റിയിട്ട് നമ്മളവരെ നമ്മളോട് കൂടി ചോറ് വിളമ്പി കൊടുക്കാനാണ്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ വിളമ്പി കൊടുത്തോളാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ ചോറൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. നല്ല ആഘോഷമായിട്ട് എല്ലാവർക്കും. ജയിലിൽ ഏറ്റവും നല്ല അരി കിട്ടുന്ന സ്ഥലമാണ്, നിങ്ങൾക്കറിയാമോ? ഏറ്റവും നല്ല ചോറ് കിട്ടുന്ന സ്ഥലമാണ് ജയിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ചോറൊക്കെ എടുത്ത് അവർക്ക് വിളമ്പി കൊടുത്തിട്ട് സാമ്പാർ, കടുമാങ്ങ, ഏതോ ഒരു തോരൻ, ഈ 3 നേരത്തെ കറി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒഴിച്ചൊക്കെ കൊടുക്കും. വലിയ തൊട്ടിക്കകത്താണ് സാമ്പാറൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. നമ്മൾ തവി കൊണ്ട് കോരി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ഒഴിച്ച് എല്ലാവർക്കും കൊടുത്തൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഈ സാമ്പാറിൻ്റെ തൊട്ടിയായിട്ട് ഇവരുടെ എല്ലാവരും താഴെ ഇരുന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ അടുത്തൂടെ നടക്കുകയാണ്, ആർക്കെങ്കിലും വേണമെന്നൊക്കെ. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഒരു മനുഷ്യൻ ഈ കൂമ്പാരം പോലെ ചോറ് വെച്ചേക്കാണ് പാത്രത്തിൽ. കാരണം ഇവർ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇവർക്ക് ആകെയുള്ളൊരു വിനോദം കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സബ് ജയിലിലൊക്കെ കിടക്കുമ്പോൾ വേറെ ഒന്നിനും ഇവർ പോകുന്നില്ല. അപ്പോൾ ഇവർ ഇങ്ങനെ കൂമ്പാരം പോലെ നിറച്ച് വെച്ചേക്കാണ് പാത്രം. ഇതിനകത്ത് സാമ്പാറും തോരനും കടുമാങ്ങ എല്ലാം ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ കഴിക്കുന്നില്ല. അപ്പം ഞാൻ ഈ അടുത്ത് ഈ മനുഷ്യനോട് ചോദിച്ചു, ചേട്ടാ വല്ലതും വേണോ, എന്താ കഴിക്കാത്ത ഇങ്ങനെ ചോദിച്ചു. അപ്പം ഇനി വല്ലതും വെക്കാൻ, ഈ ഒന്നും ഒഴിക്കാൻ ഇതിനകത്ത് സ്പേസ് ഇല്ല. അപ്പോൾ ഈ ചേട്ടൻ എന്നോട് പറഞ്ഞു, അച്ഛാ കഴിക്കാൻ ഒന്നും ഇറങ്ങുന്നില്ല അച്ഛാന്ന്.
ഞാൻ ചോദിച്ചു എന്ത് പറ്റി? പെണ്ണ് പറഞ്ഞു, അതേ ഞാൻ ഈ ചോറ് ഒരു വറ്റെടുക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ അകത്ത് എൻ്റെ പിള്ളേരുടെയും ഭാര്യയുടെയും മുഖം ഓർമ്മ വരികയാണ്. ഇറങ്ങുന്നില്ല അച്ഛ, ഒന്നും ഇറങ്ങുന്നില്ല, എനിക്ക് ഇറക്കാൻ പറ്റുന്നില്ല. എന്നോട് പറയണത്, അച്ഛൻ എനിക്കൊരു ഉപകാരം ചെയ്യാമോ? അച്ഛൻ ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ വീട് വരെ പോയിട്ടൊന്ന് പറയാമോ? എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല, ഞാൻ പുറത്തിറങ്ങി വരാം, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, സംശയിക്കപ്പെട്ട് ഞാൻ ഇതിനകത്ത് പിടിച്ചു കിടക്കുന്നതാണ്, അത് സത്യം തെളിയും, ഞാൻ പുറത്തിറങ്ങി വരും, അവരോടൊന്ന് സമാധാനമായിട്ടിരിക്കാൻ അച്ഛനൊന്ന് പറയാവോ എന്ന് ചോദിച്ചു. ഞാനത് അയാൾ പറഞ്ഞു, ഞാനത് പറയാം, ഞാൻ ചെയ്യാം എന്ന് അയാളോട് പറഞ്ഞു. ഒരു വിധത്തിൽ ആ മനുഷ്യൻ കുറച്ച് കഴിച്ചു. എനിക്കൊരു മനസ്സിലായി, നമ്മുടെ മുമ്പിൽ നിറച്ചൊരു പ്ലേറ്റിൽ ചോറിരുന്നാലും നമ്മുടെ വിശപ്പ് മാറത്തില്ല. നമ്മുടെ വിശപ്പെന്ന് പറയുന്നത് ഭക്ഷണത്തിന് വേണ്ടി മാത്രമുള്ള വിശപ്പല്ല, അതിൻ്റെ അപ്പുറത്ത് നമുക്കൊരു വിശപ്പുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അപ്പുറത്ത് നമുക്കൊരു വിശപ്പുണ്ട്. ഇവിടെ ഈ കസേരയിലിരുന്ന് ധ്യാനമൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ, ഇതിൻ്റെ അകത്ത് വിശക്കുന്നവരിപ്പുണ്ട്. അത് നിങ്ങൾ ഉച്ചയ്ക്കൊന്നും കഴിക്കാഞ്ഞിട്ടല്ല, നിങ്ങൾ 4 മണിക്ക് കാപ്പി കുടിക്കാതെ വന്നുകൊണ്ടല്ല. ആ വിശപ്പ് എന്തെങ്കിലും അകത്ത് ചെന്നാൽ മാറുന്നൊരു വിശപ്പാണ്. ഭക്ഷണം കൊണ്ട് മാറാത്തൊരു വിശപ്പ് നമുക്കുണ്ട് സഹോദരങ്ങളെ. ഭക്ഷണം കൊണ്ട് മാറാത്തൊരു വിശപ്പുണ്ട്. അതെന്താണ് ആ വിശപ്പെന്ന് പറയുന്നത്? ആ വിശപ്പെന്ന് പറയുന്നത് സ്നേഹത്തിന് വേണ്ടിയുള്ള വിശപ്പാണ്. സ്നേഹത്തിന് വേണ്ടിയുള്ള വിശപ്പ്. ഇന്ന് കുടുംബത്തിൻ്റെ അകത്ത് ഭയങ്കരമായ രീതിയിൽ ഈ വിശപ്പാണ് കടന്ന് ആധിപത്യം സ്ഥാപിക്കുന്നത്. ഈ വിശപ്പാണ് ആധിപത്യം സ്ഥാപിക്കുന്നത്. ഭാര്യ ഭാര്യയുടെ വഴിയിൽ പറയുന്നു, എന്നോട് ഇവിടെ ആർക്കും സ്നേഹമില്ല. ഭർത്താവ് ഭർത്താവിൻ്റെ വഴിയിൽ പറയുന്നു, ഞാൻ എൻ്റെ കുടുംബത്തിൽ ഒറ്റപ്പെട്ട ഒരാളാച്ച, സ്നേഹമില്ല ആർക്കും, വെറുതെ കിടന്ന് അധ്വാനിക്കുകയാണ്. ഇനി പിള്ളേരെന്ത് പറയുന്നു? ഞങ്ങളോട് അപ്പനും അമ്മയ്ക്കും ഒരു സ്നേഹവുമില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഇത് നമുക്ക് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നുപോയെന്ന് ദൈവം ഒരു ദിവസം നമ്മളോട് ചോദിക്കും. പക്ഷെ ആ ചോദിക്കുന്നത് ആരുടെ രൂപത്തിൽ നിന്നുകൊണ്ടായിരിക്കും? ചിലപ്പോൾ നിൻ്റെ മകൻ്റെ രൂപത്തിൽ നിന്നുകൊണ്ടാണ് നിന്നോട് ചോദിക്കാൻ പോകുന്നത്. ചിലപ്പോൾ നിൻ്റെ ഭാര്യയുടെ രൂപത്തിൽ നിന്നുകൊണ്ടാണ് നിന്നോട് ചോദിക്കാൻ പോകുന്നത്. ചിലപ്പോൾ നിൻ്റെ ഭർത്താവിൻ്റെ രൂപത്തിൽ നിന്നുകൊണ്ടാണ് നിന്നോട് ചോദിക്കാൻ പോകുന്നത്. എനിക്ക് വിശന്നു, നീ ഭക്ഷിക്കാൻ തന്നുവോ എന്നുള്ള ചോദ്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹിക്കുക എന്ന് പറയുന്നതിൻ്റെ ആഴം എന്താണ്? നമ്മുടെ വീടിൻ്റെ അകത്തൊക്കെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. പലപ്പോഴും നമ്മുടെ വീടിൻ്റെ അകത്തൊക്കെ അത് നിങ്ങൾ ഏത് സ്ഥലത്ത് പോയി താമസിച്ചാലും ഉണ്ടാകുന്ന ചില പ്രിൻസിപ്പിളുകളാണ്. ഏത് സ്ഥലത്ത് പോയി താമസിച്ചാലും, അത് പ്രവാസി ആയതുകൊണ്ടൊരു വ്യത്യാസം വരത്തില്ല, നാട്ടിലായതുകൊണ്ടും വലിയ വ്യത്യാസം. ഇനി ഇവിടുന്നൊക്കെ മാറി UK-ലോ യൂറോപ്പിലോ ഒക്കെ പോയി താമസിച്ചാലും മലയാളിയാണെങ്കിൽ അവൻ്റെ ബ്ലഡിൻ്റെ അകത്ത് ചില സ്വഭാവങ്ങളുണ്ടാവും. ആ സ്വഭാവത്തിൽപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താണ് ആ സ്വഭാവം? ആ സ്വഭാവത്തിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഭാര്യ എന്ന് പറയുന്ന ഒരാൾക്ക് രോഗമൊന്നും ഉണ്ടാകാൻ പാടില്ല. അതാണ് ആ സ്വഭാവം. ഭാര്യ എന്ന് പറയുന്ന ഒരാൾക്ക് രോഗമാണെന്ന് പറയാൻ പാടില്ല. അതിഷ്ടമില്ല പറയുന്നത്. അങ്ങനെ സാധനം പറയുന്നത് ഇഷ്ടമില്ല. ഭാര്യനെ നിർമ്മിച്ചിരിക്കുന്നത് റെയിൽവേയുടെ ഉരുക്ക് പാളം കൊണ്ടും ഭർത്താവിനെ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, ഏതെങ്കിലും ഒരു ചെറിയ തടി കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത്. ഈ പുള്ളി കമ്പനിയിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് പുള്ളി കഴുത്തുവേദനയാണ്, നടുവേദനയാണ്, പെടൽ വേദനയാണ്, മുട്ടുവേദനയാണ്, സകല ഇല്ലാത്ത വേദനകളൊന്നുമില്ല, സകലമാന വേദനയാണ്. ഇവിടെ പഠിപ്പിക്കാൻ പോയി അല്ലെങ്കിൽ ഓഫീസിൽ പോയി ജോലി ചെയ്തിട്ട് വന്ന് വീട്ടിലിരിക്കുന്ന ബാക്കി കാര്യങ്ങളോട് ഉണ്ടാക്കി എല്ലാം ചെയ്ത് വെക്കുന്ന ആൾ മിണ്ടാൻ പാടില്ല. തലവേദനയാന്ന് പറയരുത്, നടുവേദനയാന്ന് പറയരുത്, കാലുവേദനയാന്ന് പറയരുത്, ഒന്നും പറയാൻ പാടില്ല, ഒരു സാധനവും പറയാൻ പാടില്ല. ഇത് കുറച്ചൊക്കെ ചിലപ്പം ഈ പ്രവാസ ജീവിതങ്ങളിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷേ ചിലയിടത്ത് ഒട്ടും ഉണ്ടാവത്തില്ല, ചിലയിടത്ത് ഒട്ടും ഉണ്ടാവത്തില്ല. ചില ഭാര്യമാരൊക്കെ ശരിക്ക് സങ്കടപ്പെടുന്നുണ്ട്. എന്തിനാണെന്നറിയോ?
എൻ്റെ ഭർത്താവ് അതൊക്കെ ഒന്ന് ഇച്ചിരി കൊണ്ട് അന്വേഷിച്ചിരുന്നെങ്കിൽ. അത് ടേക്കൺ ഫോർ ഗ്രാൻഡ്. അതൊന്നും ചോദിക്കുന്ന പ്രസ്ഥാനമില്ല, അതൊന്നും ചോദിക്കുന്ന പ്രസ്ഥാനമില്ല. നല്ലൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ സപ്പോസ് ഈ ചിക്കൻ ഗുനിയ അല്ലെങ്കിൽ ഈ കൊറോണ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ചില സമയത്ത് നമുക്ക് വരുന്നു. ഇതൊക്കെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഭയങ്കരമാണെന്ന് നമുക്കറിയാമല്ലോ. ചിക്കൻ ഗുനിയൊക്കെ ബാധിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, എത്ര വർഷം കഴിഞ്ഞാലും ഒരു വേദനയൊക്കെ ആ സമയമാകുമ്പോൾ ഉണ്ടാവും. അപ്പം ഈ ഒരു ദിവസം ഈ അമ്മച്ചി പറഞ്ഞു, അല്ലെങ്കിൽ ഈ ഭാര്യ പറയാണ്, എനിക്ക് ഈ നടുവിന് ഭയങ്കര വേദനയാണ്, ഒരു രക്ഷയില്ല നടുവേദന എടുത്തിട്ട് എന്ന് പറയാണ്. എല്ലാ ദിവസവും ഈ നടുവിന് ഇവർ കയ്യും കൊടുത്തുകൊണ്ട് ഇതെല്ലാം ഉണ്ടാക്കി ഭർത്താവിനെയും കയറ്റി വിട്ട് ഇവരടുത്ത ബസ്സിന് കയറി അല്ലെങ്കിൽ വണ്ടി കയറി ഇവരങ്ങോട്ടും പോയി തിരിച്ചു വന്നു. ഒരു ദിവസം രാവിലെ ഇവരെ എഴുന്നേറ്റില്ല, നടുവിന് വേദന, വയ്യ, ഒട്ടും വയ്യ, നടുവേദനയാണ്, കിടപ്പാണ്, എഴുന്നേക്കാൻ മേല. അപ്പം ഭർത്താവ് എഴുന്നേറ്റു. ഭർത്താവൊക്കെ എഴുന്നേറ്റ് വന്ന് പുള്ളി മുരിയൊക്കെ നിവർത്തി ഇങ്ങനെ കൈയൊക്കെ വിടർത്തി അങ്ങോട്ട് നിന്ന് കഴിയുമ്പം പുള്ളിക്ക് കയ്യിലോട്ട് ആദ്യം കിട്ടേണ്ടത് എന്താണ്? ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ കിട്ടേണ്ടതാണ്. അന്ന് ഭാര്യ എഴുന്നേറ്റില്ല, കാപ്പി ഉണ്ടാക്കാനായിട്ട് എഴുന്നേറ്റില്ല. ഇനിയിപ്പം നിങ്ങളുടെ ഈ പഠിക്കുന്ന പിള്ളേരോട് വല്ലതും പറഞ്ഞെന്ന് വിചാരിച്ചോ കാപ്പി ഉണ്ടാക്കാനായിട്ട്, ഒരു രക്ഷയുണ്ടാകത്തില്ല. അതുങ്ങൾക്ക് ഈ സാധനം എന്താണെന്ന് പോലും അറിയത്തില്ലായിരിക്കും. കൊടുക്കുന്നത് കുടിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഇതെങ്ങനെയാണോ, ഇത് പച്ചവെള്ളത്തിലാണോ ചൂടുവെള്ളത്തിലാണോ പൊടിയിടുന്നതെന്ന് പോലും ചില പിള്ളേർക്ക് അറിയത്തില്ല, എവിടെയാണ് ഇടുന്നത് പോലും അറിയത്തില്ല. അപ്പോൾ ഇതുങ്ങളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പോൾ ഈ അപ്പം തന്നെ അകത്ത് കയറി എന്തെങ്കിലും ചെയ്ത് കൂട്ടിക്കൂട്ടി അങ്ങനെയൊക്കെ ചെയ്ത് അന്നത്തെ ദിവസം ഭാര്യ എഴുന്നേൽക്കുന്നില്ല എന്ന് മനസ്സിലായി. അപ്പം ഇദ്ദേഹം പറയാണ്, ഒരു പോകാൻ ഇറങ്ങുമ്പം പറയാണ്, എന്നൊരു കാര്യം ചെയ്യും, അടുത്തുള്ള ഡോക്ടറെ വല്ലതും വിളിച്ച് ആശുപത്രി വല്ലതും ഒന്ന് പോകും, ഒരു 2000 നോട്ടൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് ചിലപ്പോൾ ഈ ഭർത്താവ് ഒരു പോക്കങ്ങോട്ട് പോകും. പുള്ളിക്ക് സമയമില്ലല്ലോ, പുള്ളിക്ക് സമയമില്ല. കാരണം പുള്ളി ചെല്ലാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ കമ്പനി നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളി പോവാണ്, അങ്ങ് പോയി. അപ്പം അങ്ങനെ പോയി കഴിയുമ്പോൾ ഈ 2000 രൂപ നോട്ടും കൊണ്ട് 10ാം ക്ലാസ്സിലോ +1-ലോ +2-ലോ അല്ലെങ്കിൽ ഇവിടെ ക്രൈസ്റ്റിലോ ഒക്കെ പഠിക്കുന്ന നിങ്ങളുടെ ഒരു മകളോ മകനോ ഒക്കെ ഇങ്ങനെ 2000 രൂപ നോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അമ്മേ പോകണ്ടേ, രൂപ വന്നിട്ടുണ്ട് അപ്പൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എന്തൊരു അരിശമായിരിക്കും, എന്തൊരു അരിശമായിരിക്കും നിങ്ങൾക്ക്. നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് മുഴുവൻ ദണ്ണം കൊണ്ടങ്ങ് നിറയണം. ഏത് സമയത്താണ് ഈ മനുഷ്യനെ കെട്ടിപ്പോയെന്ന് അന്നേരം ചിലപ്പോൾ ഓർമ്മിക്കും, അങ്ങനെ ഓർമ്മിക്കും. എന്നിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ്? ഈ അപ്പന് ഈ 2000 രൂപ തന്നിട്ട് പോകുമ്പം അപ്പനൊരു കാര്യമുണ്ട്. എന്താ പറയുക, എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പോയി മരുന്ന് മേടിക്കണം എന്നുള്ളത് മാത്രമല്ല കാര്യം. പിന്നെന്താണ്? വൈകിട്ട് വരുമ്പോൾ ഈ കിടപ്പ് കിടക്കരുത്, അതാണ് അതിനകത്തെ കാര്യം. വൈകുന്നേരം വരുമ്പോൾ ഈ കിടപ്പ് കിടക്കാൻ പാടില്ല, അത്രയേ ഉള്ളൂ അതിനകത്തെ കാര്യം. വൈകുന്നേരം വരുമ്പോൾ റെട്ടി മണി എഴുന്നേറ്റ് ഇങ്ങനെ വട്ടി പോലെ നിന്നോണം, അതാണ് ആ കാര്യം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഇദ്ദേഹം വന്നു പോയി, വൈകിട്ട് വന്നിട്ടും രക്ഷയില്ല, ഈ ആൾ കിടപ്പാണ്, മരുന്ന് മേടിച്ച് ശരിയാകുന്നില്ല. അവസാനം ആശുപത്രി പോകാൻ നിവൃത്തിയില്ല എന്ന് മനസ്സിലായപ്പോൾ വളരെ കഷ്ടപ്പെട്ട് ഇദ്ദേഹം ഒരു ലീവൊക്കെ എടുത്തിട്ട് ആശുപത്രി പോകാൻ പോവാണ്. അങ്ങനെ ആശുപത്രി പോയി കേട്ടോ. അപ്പോൾ ഈ ഭാര്യയ്ക്ക് കാലുവേദനയാണ്, അല്ല നടുവേദന, കാലുവേദനയാണ് അല്ലേ, ഭയങ്കര കാലുവേദനയാണ് ഭാര്യയ്ക്ക്, മുട്ടുവേദന കാലുവേദന എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് അങ്ങനെ 1-2 കുറേ നാളായി ഇത് പറച്ചിൽ തുടങ്ങിയിട്ട്. ആ നാളുകളായി പറഞ്ഞു തുടങ്ങിയിട്ട് ഇപ്പം ഈ ഭാര്യയും കൊണ്ട് ആശുപത്രിയിൽ പോയി ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് അവിടെ ഇങ്ങനെ ഇരുന്നു. അവിടെ ഇരുന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്തു പറ്റി. അപ്പോൾ ഭർത്താവ് എക്സ്പ്ലെയിൻ ചെയ്തു. ആ ഡോക്ടറെ കുറച്ച് നാളായിട്ട് ഇവർക്ക് കാലുവേദനയാണ്, കാല് നിലത്ത് കുത്താൻ മേല, നടുവിനൊക്കെ വേദനയാണ്, കാലിന് ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഡോക്ടർ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ചോദിക്കും. എന്ത് ചോദിക്കും? ഏത് കാലിനാണ് വേദന എന്ന് ചോദിച്ചു. അപ്പോൾ ഭർത്താവ് അവിടെ നിങ്ങളോട് ഏത് കാലിനാണ് ഈ വേദന, ഏത് കാലിനാണ് വേദന, ഇടത്തതിനാണോ വലത്തതിനാണോ? ഒരുമിച്ച് ജീവിക്കുന്ന ആളാണ്, കൂടെ ഒരുമിച്ച് ജീവിക്കുന്ന ആളാണ്. കുറേ നാളായിട്ട് ഭാര്യ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാലുവേദനയായിട്ട്. ഇടത്തെ കാലിനാണോ വലത്തെ കാലിനാണോ എന്ന് പോലും ഈ പുള്ളിക്കാരന് അറിയത്തില്ല. ഇനി പറ, എന്താ സ്നേഹം? ഇനി പറ, എന്താ സ്നേഹമെന്ന്? വിവാഹ വാർഷികത്തിന് എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് മേടിച്ചു കൊടുത്തതാണോ സ്നേഹമെന്ന് വിചാരിക്കുന്നത്? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഹോട്ടലിലോട്ട് കൊണ്ടുപോയി എന്ന് വിചാരിച്ചതാണോ സ്നേഹമെന്ന് വിചാരിച്ചത്? ഒന്ന് ചോദിച്ചുകൂടായിരുന്നോ ഏത് കാലിനാ വേദനയെന്ന്? ചോദിച്ചുകൂടായിരുന്നോ?
ഒരു ദിവസം ആ മുറിവെണ്ണ എടുത്തോ അല്ലെങ്കിൽ ഒരു ദിവസം ആ വേറൊരു ഓയിൽമെൻ്റ് എടുത്തോ ചിലപ്പോൾ ഈ കാലിലൊന്ന് പുരട്ടിയിരുന്നെങ്കിൽ ഒന്നിന് പകരം 2 കാപ്പി വെച്ച് കിട്ടിയേനെ. ഒന്നിന് പകരം. ഇതിവരാഗ്രഹിക്കുന്നുണ്ട്. ഇതാഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. ഞാനിപ്പോൾ ഇതിവിടെ പറഞ്ഞത് ഭർത്താവിനെ വെച്ചുകൊണ്ട് ഭാര്യയുടെ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. ചില വീടുകളിൽ നേരെ തിരിച്ചാണ് കേട്ടോ. ചില വീടുകളിൽ ഭർത്താക്കന്മാർ കൊതിയോടെ ആഗ്രഹിക്കുന്നുണ്ടാവും. വേറെ വല്ല വീട്ടിലൊക്കെ ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരെ ആദരിക്കുന്നതും സ്നേഹിക്കുന്നതും അവരോട് ഭംഗിയായി പെരുമാറുന്നതും ചെല്ലുമ്പം കാപ്പി വേണമെന്ന് ചോദിക്കുന്നതും എടുത്തു കൊടുക്കുന്നതും ഒക്കെ കണ്ട് കൊതിയോടെ നിന്നിട്ടുള്ള ആണുങ്ങളുണ്ടാവും. വിഷമിച്ച് നോക്കിയിട്ടുണ്ടാവും. വിഷമിച്ച് അയാളുടെ മനസ്സിൽ അയാൾ ചിന്തിച്ചിട്ടുണ്ട്, ഏത് സമയത്താണ് ഞാൻ ഇവളെ കെട്ടിപ്പോയതെന്ന്. ഇത് പരസ്പരം ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. പരസ്പരം നമ്മൾ എത്ര വലിയ പുണ്യം പറഞ്ഞാലും എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാലും വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന ഈ വചനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ പ്രവൃത്തിയിലില്ലാത്ത വിശ്വാസം ചത്ത വിശ്വാസമാണ്. പ്രവൃത്തിയിലില്ലാത്ത വിശ്വാസം അത് ചത്ത വിശ്വാസമാണ്. അപ്പോൾ ഇവിടെ നല്ല കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നോ. വിശക്കുന്ന ഒരു ഭർത്താവ് നിൻ്റെ മുമ്പിലുണ്ടാവും. ചിലപ്പോൾ വിശക്കുന്നൊരു ഭർത്താവ്, അത് വെറും ഭക്ഷണത്തിന് വേണ്ടിയുള്ള വിശപ്പല്ല എന്ന് ഞാൻ പറഞ്ഞു. നീയൊന്ന് സ്നേഹിക്കാൻ വേണ്ടിയുള്ള വിശപ്പ്. നല്ലപോലെ ആത്മശോധന ചെയ്ത് ചോദിക്കണം, എൻ്റെ ഭാര്യയെ ഞാൻ നന്നായിട്ട് സ്നേഹിച്ചിട്ടുണ്ടോ? തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് ഉത്തരിപ്പ് കടമുണ്ടോയെന്ന്. തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നതിൽ എനിക്ക് ഉത്തരിപ്പ് കടമുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞു, കത്തോലിക്ക സഭ വിവാഹ സ്നേഹത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് പഠിപ്പിച്ചു. അതായത് സ്നേഹം സമ്പൂർണമായിരിക്കണം, കുറവുകളോടും പോരായ്മകളോടും ഒക്കെ കൂടി സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചു. അങ്ങനെ കുറവുകളും പോരായ്മകളും ഒക്കെയുള്ള ഒരാളെ ഉള്ളു തുറന്ന് ഹൃദയം തുറന്ന് സ്നേഹിക്കാനുള്ള ഒരു സന്മനസ്സാണ് വിവാഹത്തിൻ്റെ ഉള്ളിൽ കാണിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, സ്നേഹിക്കാത്തടത്ത് അത് പരാജയപ്പെടും. സ്നേഹിക്കാത്തടത്ത് ഒരു സ്പിരിച്വാലിറ്റി ഇല്ല. ചിലങ്ങുന്ന ചേങ്ങലിയോ മുഴങ്ങുന്ന കൈത്താളമോ ആയിരിക്കും. സ്നേഹമില്ലെങ്കിൽ അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. ഞാൻ പുറമേ IT പ്രൊഫഷണലായിരിക്കും, ഞാൻ പുറമേ ഒന്നാതിന് റെപ്യൂട്ടഡ് സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന ആളായിരിക്കും, ബാംഗ്ലൂരൊക്കെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന ആളായിരിക്കും. എൻ്റെ വീടിൻ്റെ അകത്ത് സ്നേഹമില്ലെങ്കിൽ ഞാൻ ചിലങ്ങുന്ന ചേമ്പലയോ മുഴങ്ങുന്ന കൈത്താളമോ ആയിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബജീവിതം അടിപതറിപ്പോകുന്നതിൻ്റെ ഒരു കാര്യം ഇതാണ്. എന്തുകൊണ്ടാണ് മക്കൾ ക്ലെയിം ചെയ്യുന്നത് അല്ലെങ്കിൽ ചില സമയത്ത് പറയുന്നത് ഞങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന്? നിങ്ങൾ അവർക്ക് ഒരുപാട് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവർക്ക് ഒരുപാട് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്, എന്നിട്ടും അവർ പറയുകയാണ് സ്നേഹമില്ലെന്ന്. കാരണം നിങ്ങൾ മക്കളെ പഠിപ്പിച്ചത് അല്ലെങ്കിൽ നമ്മൾ മക്കളെ പലപ്പോഴും പഠിപ്പിക്കുന്നത് സാധനങ്ങൾ വാങ്ങിക്കൊടുത്ത് ഉപഭോഗ സംസ്കാരത്തിൻ്റെ അടിമകളാകാനായിട്ടാണ്. മുട്ടയെന്ന് വിരിയുന്നതിന് മുമ്പ് അവന് ഫ്ലിപ്കാർട്ടും ആമസോണും പരിചയപ്പെടുത്തി കൊടുത്തു. അവന് വേണ്ടത് നമുക്ക് ഓർഡർ ചെയ്യാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു. നമ്മൾ അടുത്ത് ചേർത്തിരുത്തി ഈ കരവലയത്തിനകത്തിരുത്തിയിട്ട് സംസാരിക്കുന്നത് മറന്നുപോയി. നമ്മൾ അടുത്ത് ചേർത്തിരുത്തി അവനെ നെഞ്ചോട് ചേർത്ത് അവന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും കഥ പറഞ്ഞു കൊടുക്കുന്നതും മറന്നുപോയി. ഒരിക്കൽ ഒരു ചെറിയ കുട്ടി അവൻ്റെ ഒരു ചെറിയ പ്രായത്തിൽ അവൻ ഒരിക്കലും ചെയ്യരുതാത്ത ഒരു തെറ്റ് ചെയ്തു. അവന് ആ തെറ്റിൻ്റെ ഗൗരവമൊന്നും അത്ര അറിയത്തില്ലായിരുന്നു. പക്ഷേ അവനറിയായിരുന്നു എന്തോ ചെയ്യുന്നത് മിസ്റ്റേക്കാണെന്നറിയായിരുന്നു. അതാണ് ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം ഇത് കുറിക്കുന്നത് കൊണ്ട് അവനത് ചെയ്തപ്പോൾ അവന് മനസ്സിലായി അവൻ എന്തോ തരികിടയാണ് അവൻ ചെയ്യുന്നതെന്നുള്ളത് അവന് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഗൗരവമൊന്നും അവൻ അറിയത്തില്ല. പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് അവൻ്റെ അമ്മ കയ്യോടെ അവനെ പിടികൂടുന്നു. അപ്പോൾ അവന് മനസ്സിലായി ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണ്. അമ്മ ശകാരിക്കും, അമ്മ അട്ടിക്കും. അപ്പോൾ അമ്മ ഇങ്ങനെ അവനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അവനറിയാം ഈ വലിച്ചുകൊണ്ട് പോകുന്നത് ചൂരവടി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ കണ്ണ് 2 ഇറുക്കെ അടച്ച് ഇങ്ങനെ ഈ അമ്മ വലിച്ചുകൊണ്ട് പോകുന്നിടത്ത് അവനറിയാം ഇനി അട്ടി കിട്ടാൻ പോകുന്നത് ഇങ്ങനെ
പ്രതീക്ഷിച്ച് അടി കൊള്ളാൻ പോകുന്നത് ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവൻ്റെ ദേഹത്തേക്ക് ഒരു തുള്ളി വെള്ളം വീണു. അവനിങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവൻ എന്താ കാണുന്നത്? അമ്മ അവനെ വലിച്ചുകൊണ്ട് വന്ന് നിർത്തിയിരിക്കുന്നത് തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിലാണ്. ഈ തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഇവൻ്റെ ഒരു കയ്യിൽ മുറുക്കപ്പിടിച്ച് അമ്മ ഇങ്ങനെ നെഞ്ചിലേക്ക് കൈവച്ചിട്ട് കർത്താവിനെ നോക്കി കരയുകയാണ്. ആ കണ്ണുനീരാണ് ഈ പയ്യൻ്റെ കയ്യിൽ വീഴുന്നത്. അവൻ അത്ഭുതപ്പെട്ടു പോയി. അട്ടികൊള്ളാൻ ഒരുങ്ങിയിരിക്കുന്നവനാണ്. അമ്മയുടെ കണ്ണുനീര് കയ്യിൽ വീണിട്ട് അമ്മ ഈ മകനോട് പറയാണ്, മോനെ, ഇപ്പം ചെയ്തത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. നീ ഒരിക്കലും കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അതുണ്ടാവരുത്. അവൻ വലുതായി എത്ര മനോഹരമായിട്ട് അവൻ സാക്ഷ്യപ്പെടുത്തി, എൻ്റെ അമ്മ അന്നെനിക്ക് ദൈവം ആരാണെന്ന് കാണിച്ചു തന്നു, എൻ്റെ അമ്മ അന്നെനിക്ക് ദൈവസ്നേഹം എന്താണെന്ന് പഠിപ്പിച്ചു തന്നു. പിന്നീട് അങ്ങനൊരു തെറ്റ് ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടില്ല. ഇതാണ് സ്നേഹിക്കുക എന്ന് പറയുന്ന അനുഭവം. ഇതിന് പകരമായിട്ടാണ് നമ്മൾ ഈ ഷൂ മേടിച്ചു കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ടാണ് നമ്മൾ സൈക്കിൾ മേടിച്ചു കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ടാണ് അവന് ആവശ്യമുള്ള സകല സാധനങ്ങളും അവനിങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവന് പണത്തിൻ്റെ മൂല്യം അറിയത്തില്ല. നമ്മൾ എന്ത് അധ്വാനിച്ചിട്ടാണ് ഈ പണം കിട്ടുന്നതെന്ന് അറിയത്തില്ല. അതിൻ്റെ വില എന്താണെന്ന് അവനറിയത്തില്ല. അവനൊരു ടൂറ് പോകണമെന്നുണ്ടെങ്കിൽ 10,000 വേണമെങ്കിൽ ഒരു മനക്ലേശവും ഇല്ലാതാണ് അവൻ പറയുന്നത്, എനിക്ക് 10,000 വേണം, എനിക്ക് 25,000 വേണം. കാരണം അവനതിൻ്റെ പൊരുളറിയത്തില്ല. നമ്മൾ എന്ത് ചെയ്തിട്ടാണ് ഈ കാശ് കിട്ടുന്നത് എന്ന്, അതിൻ്റെ മൂല്യം എന്താണെന്ന് അവനറിയത്തില്ല. അവനാകെ പഠിച്ചിട്ടുള്ളത് ചോദിക്കുമ്പോൾ സാധനങ്ങൾ കിട്ടാനാണ്. അത് ഒരു പ്രാവശ്യം, നിങ്ങൾ 24 പ്രാവശ്യം ചോദിച്ച സാധനങ്ങൾ കൊടുത്തിട്ട് 25ാമത്തെ ഒരു പ്രാവശ്യം റെസ്ട്രിക്ഷൻ ഇടുമ്പോൾ അവൻ ഈ 24 പ്രാവശ്യം കൊടുത്ത സാധനങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് നിങ്ങളെ നോക്കി ചീത്ത പറഞ്ഞിട്ട് പറയും, നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലെന്ന് പറയും. തകർന്നു പോകും നമ്മൾ. നമ്മളിങ്ങനെ സ്നേഹമില്ലാഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഞാൻ നിനക്ക് മേടിച്ചു തന്നത്. അപ്പം ഇതിൻ്റെ അപ്പുറത്തൊരു ഭാഷയുണ്ട്. കുടുംബത്തെ ഉറപ്പിക്കുന്നൊരു ഭാഷയുണ്ട്. പ്രിയപ്പെട്ടവരെ, കുടുംബത്തെ ഉറപ്പിക്കുന്ന ഈ ഭാഷയാണ് സ്നേഹമെന്ന് പറയുന്നത്. അത് അപ്പനും അമ്മയും തമ്മിൽ ആദ്യം കാണണം കുഞ്ഞ്. അങ്ങനെ സ്നേഹിക്കുന്നത്, എൻ്റെ അമ്മ സ്നേഹത്തിന് വേണ്ടി വിശക്കാത്ത ഒരമ്മയാണെന്ന്, ആരോഗ്യവതിയായ ഒരു അമ്മയാണെന്നൊരു കുഞ്ഞ് കാണണം. ആരോഗ്യവതിയായ ഒരപ്പനാണ് എനിക്കുള്ളതെന്ന് കുഞ്ഞ് കാണണം. രണ്ടാമത് പറയാണ്, എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നുവോ? എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നുവോ? നിങ്ങളിൽ ആരാണ് ശരിക്കും ഒരു അംഗീകാരത്തിന് വേണ്ടി ആഗ്രഹിക്കാത്തത്? ഒരു അംഗീകാരത്തിന് വേണ്ടി നിങ്ങളിൽ ആരാണ് ആഗ്രഹിക്കാത്തത്? ഭർത്താവ് ഒരു നല്ല കാര്യം ചെയ്താൽ അയാൾ ചെയ്തത് നന്നായി എന്ന് പറയാൻ പിശുക്കുള്ളൊരു ഭാര്യ. അപ്പോൾ അയൽവക്കത്തെ സ്ത്രീകളൊക്കെ പറഞ്ഞിരിക്കും, നന്നായിട്ട് അത് ചെയ്തു എന്ന്. അയാൾ അതിന് സന്തോഷം കാണിച്ചെന്നിരിക്കും. സ്വന്തം വീട്ടിലെ ആൾക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അംഗീകരിക്കാൻ നമുക്ക് എന്താണ് മടി? എന്താണ് നമുക്ക് അങ്ങനെ ഒരു അഹങ്കാരം? അത് ഭർത്താവ് ചെയ്താലും ഭാര്യ ചെയ്താലും അംഗീകരിക്കാൻ കഴിയണം. ചില സ്ഥലങ്ങളിലൊക്കെ വളരെ മോശമാണ്. എന്താണ്? ഭാര്യ സ്ഥലം മേടിക്കുന്ന അറിയാൻ പാടില്ല, ഭാര്യ സാമ്പത്തികം ചെലവാക്കുന്ന അറിയാൻ പാടില്ല, ഭാര്യ ഭർത്താവ് ആരെ എന്തിനു വിളിച്ച് എന്തിനു സംസാരിച്ചെന്നറിയാൻ പാടില്ല, ഭാര്യ വീട്ടിലെ കാര്യങ്ങളിൽ ഭർത്താവ് ഇടപെടുന്നത് അറിയാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഭാര്യ അറിയാൻ പാടില്ല. ഏകാധിപത്യം ഒന്നും അറിയാൻ പാടില്ല. അങ്ങനെ ഒരിക്കലും അംഗീകരിക്കാത്ത ചില അവസരങ്ങളുണ്ട് ജീവിതത്തിൽ. അതിനാണ് നിങ്ങൾ ഭാര്യാഭർത്തക്കന്മാരായത്. അതൊരു സുതാര്യതയുടെ ബന്ധമാണ്. നമ്മൾ ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ആർക്കെല്ലാം കൊടുക്കുന്നോ അത് നമ്മൾ ഒരുമിച്ചാണ് കൊടുക്കുന്നത്. ആരുടെയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നോ നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. നമുക്കൊരാവശ്യത്തിന് ഒരു കാര്യം ചെയ്യണോ, ഒരു ലോൺ എടുക്കണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യണോ, നമ്മൾ ഒരുമിച്ചാണ് അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നതും ആലോചിക്കുന്നതും. ഒറ്റയ്ക്കല്ല ജീവിതം. അതുപോലെ തന്നെയാണ് ചിലപ്പോൾ ഭാര്യമാർ ഞാൻ ഈ പറഞ്ഞതുപോലെ ഭർത്താക്കന്മാരെ കുറിച്ച് സംസാരിക്കുന്നത്. ചില അവസരത്തിൽ പറയാണ്, ഇവിടെ ഒരു മനുഷ്യനുണ്ട്, അയാൾ എന്തിനു കൊള്ളാം, നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള ആൾക്കാർ എന്ത് ബെറ്ററാണ്, ഇവിടെ ഒരാളുണ്ട് എന്തിനു കൊള്ളാം, ഒന്നിനും കൊള്ളത്തില്ല.
എല്ലാ സമയത്തും ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഒരു വീടുണ്ട് താമസിക്കാനായിട്ട്. എന്നിട്ട് ഞാൻ പറയാം ഒന്നിനും കൊള്ളത്തില്ല. നമ്മുടെ ആഗ്രഹം പോലെ കാര്യങ്ങൾ പോയില്ലെങ്കിൽ അംഗീകരിക്കുന്ന ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, പരസ്പരം അംഗീകരിക്കുക എന്ന് പറയുന്നത് കുടുംബജീവിതത്തിൻ്റെ പില്ലറാണ്. എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നുപോ. ഈ ചോദ്യം സ്വർഗത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന രൂപം ചിലപ്പോൾ നിൻ്റെ ഭാര്യയുടേതായിരിക്കും, നിൻ്റെ ഭർത്താവിൻ്റെതായിരിക്കും, മക്കളുടേതായിരിക്കും. വീണ്ടും പറയാണ്, ഞാൻ നഗ്നനാകിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചുവോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, തൊലി ഉരിക്കുന്നത് പോലെ സംസാരിക്കുന്ന പ്രകൃതമുള്ളവരുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്തെല്ലാം ആരോപണങ്ങളാണ് ചില സമയത്ത് നമ്മൾ കെട്ടിവെക്കുന്ന ഓരോരുത്തരുടെ മേൽ. ഭർത്താവിനെതിരെ എന്തെല്ലാം ആരോപണങ്ങളാണ് ചില സമയത്ത് കെട്ടിവെക്കുന്നത്. സംശയങ്ങൾ അല്ലേ, എത്ര സംശയങ്ങളാണ് ചില സമയത്ത് പറയുന്നത്. ഒരു ഫോൺ വന്നത് ആരുടേതാണ്, എവിടെ നിന്നാണ്, അത് ആദത്തിൻ്റെ കാലം മുതലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അന്ന് രക്ഷയില്ല, ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ അന്ന് കഞ്ഞി കിട്ടത്തില്ല, അല്ലെങ്കിൽ അന്ന് ബാക്കി കാര്യങ്ങളൊന്നും നടക്കത്തില്ല വീട്ടിൽ. അനാവശ്യമായൊരു ഇൻക്വിസിറ്റീവ് മൈൻഡുമായിട്ട് ചിലപ്പോൾ നമ്മൾ പോകാറുണ്ട്, അനാവശ്യമായിട്ടുള്ളൊരു രീതിയിൽ. അതുപോലെ തന്നെ പരദൂഷണങ്ങൾ ഒരുപാട് പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ പിടിപ്പിക്കാറുണ്ട്, നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെയും ഇല്ലേ, മനസ്സ് മുറിപ്പെടുത്തുന്നത് പോലെ സംസാരിക്കാറുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, ചില അവസരങ്ങളിലൊക്കെ ചില ഭാര്യമാർ ഒരുപാട് സങ്കടപ്പെട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. വീട്ടിൽ ഭർത്താക്കന്മാർ ഒരുപക്ഷെ ഇവിടെ ബാംഗ്ലൂരൊക്കെ ആകുമ്പം നിങ്ങളൊക്കെ കുറേ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് സാധാരണഗതിയിൽ അങ്ങനെയൊന്നും ഇല്ലെന്നാണ് ഞാൻ കരുതുന്നത്. നാട്ടിലൊക്കെ ഉണ്ട്, നാട്ടിലൊക്കെ ഇപ്പോഴും സമൃദ്ധമായിട്ടുണ്ട് അല്ലേ. വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ചെറുതായിട്ട് വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ എന്തൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ എന്തൊരു സാധനം മേടിക്കാൻ പറഞ്ഞു, ചിലപ്പോൾ ഈ അപ്പൻ നേരെ രണ്ട് ചീത്തയാണ് വിളിക്കുന്നത്. ഇവിടെ അതൊക്കെ കുറവായിരിക്കുമെന്ന് ഞാൻ കരുതുമായിരുന്നു. ഞാനെനിക്ക് ഈ ബോംബെയിൽ ഒരു ധ്യാനിപ്പിക്കാൻ പോയായിരുന്നു. ബോംബെ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ ഞാൻ അവിടെ വിചാരിച്ചു, നാട്ടിലെ പോലെ അല്ലല്ലോ, ഇവിടെ കുറച്ചുകൂടെയൊക്കെ എല്ലാവരും വളരെ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്നൊക്കെ വിചാരിച്ചു. അപ്പം എന്നെ അവർ താമസിപ്പിച്ച ഒരു സ്ഥലത്തിന് നേരെ ഓപ്പോസിറ്റ് മലയാളികൾ താമസിക്കുന്ന ഒരു ഫ്ലാറ്റായിരുന്നു. അപ്പം ഞാൻ ഒരു ദിവസം രാവിലെ ജനലൊക്കെ തുറന്നിടുമ്പോൾ ഒരു വീടിൻ്റെ അകത്തൊന്നും നാട്ടിൽ കേൾക്കുന്നതിനേക്കാൾ സഹിക്കാൻ മേലാത്ത ചീത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ കേൾക്കുന്നതിനേക്കാൾ സഹിക്കാൻ മേലാത്ത ചീത്ത, വല്ല ഒച്ചത്തിൽ, ഭയങ്കര ഒച്ചത്തിൽ. അപ്പം ഞാൻ വിചാരിച്ചോണ്ട് പറഞ്ഞു, എൻ്റെ അച്ഛ എന്തൊരു ചീത്തയാച്ച ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അതിവിടെ വളരെ കോമൺ ആണ്, ഈ ജനൽ തുറന്നാൽ അതൊക്കെ കേൾക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. നാട്ടിൽ കേൾക്കുന്നതിനേക്കാളും ഭംഗിയായിട്ട് അതൊക്കെ കേൾക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ചിലപ്പോഴൊക്കെ കാണത്തില്ലായിരിക്കും, എങ്കിലും ചിലപ്പോൾ കാണും. പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ എന്നോട് സൂചിപ്പിക്കാം. എന്താണെന്നറിയാമോ? അതായത് ചില വീടുകളിലൊക്കെ ഈ അരിശം വന്നാൽ ഉടനെ ഭാര്യയോട് ഭർത്താവ് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്, പോയി നിൻ്റെ അപ്പനോട് പറയാൻ, പോയി നിൻ്റെ അപ്പനോട് പറയാൻ. ഒരു കാര്യമില്ലാതെ ആ നാട്ടിലിരിക്കുന്ന മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു കളയും. ഒരു കാര്യവുമില്ല, വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക നാട്ടിലിരിക്കുന്ന മനുഷ്യനെക്കുറിച്ച്. അതെന്ത് റൈറ്റാണ് അത്? ആണുങ്ങൾക്കാരാണ് ഈ റൈറ്റ് തന്നേക്കുന്നത് ഭാര്യയുടെ അപ്പനെക്കുറിച്ച് പറയാനായിട്ട്? എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് തോന്നിയ ഉടനെ ഭാര്യയോട് നിൻ്റെ അപ്പനോട് പോയി പറ. പാലിൻ്റെ കാശ് വെച്ചില്ല നിൻ്റെ അപ്പനോട് പോയി ചോദിക്കാൻ പറഞ്ഞത്. എവിടെ? വീട്ടിൽ കാപ്പ് കുടിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനാണ് പറഞ്ഞത് നിൻ്റെ അപ്പനോട് പോയി ചോദിക്കാൻ പറഞ്ഞത്. എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? അതെന്താ പഠിപ്പിക്കുന്നത് വാസ്തവത്തിൽ വീടിൻ്റെ അകത്ത്? അത് വീടിൻ്റെ അകത്ത് എന്താ പഠിപ്പിക്കുന്നത്? ഞാൻ നിങ്ങൾ പറയാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ ലാംഗ്വേജും നിങ്ങളുടെ കുട്ടികൾ ഒപ്പിയെടുക്കുവേ. നിങ്ങളുടെ ഓരോ ആറ്റിറ്റ്യൂഡും നിങ്ങളുടെ കുട്ടികൾ ഒപ്പിയെടുക്കും. നിങ്ങൾ കാണിക്കുന്ന ഓരോ പ്രവൃത്തികളും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒപ്പിയെടുക്കും. കുറച്ചാൾ കഴിയുമ്പം ഈ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ അമ്മയോട് പറയും, പോയി അമ്മയുടെ അപ്പനോട് പറയാൻ പറയും. അപ്പോൾ അമ്മ അപ്സെറ്റ് ആവും, ഷോക്കാവും. അവൻ എവിടെ നിന്നാണ് പഠിച്ചെടുത്തത്? സ്ഥിരം അവൻ്റെ അപ്പൻ ഇത് പറയുന്നത് അവൻ കേൾക്കുന്നുണ്ട്, സ്ഥിരം അവൻ്റെ അപ്പം പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇത് ചില ഈ മലയാളത്തിൽ അടുത്ത കാലത്ത് ഭയങ്കര കുടുംബ പ്രേക്ഷകർ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിന്ന ഒരു സീരിയലുണ്ടായിരുന്നു, ഉപ്പും മുളകും എന്ന് പറയുന്നൊരു സീരിയൽ അല്ലേ. ഇത് ഊടുപാട് എല്ലാവരും കണ്ടുകൊണ്ടിരുന്നതാണ്. ഭയങ്കര സീരിയലാണ്. ഇതിൻ്റെ അകത്തൊക്കെ നിറച്ച് ഈ സാധനങ്ങളായിരുന്നു. എന്ത് തോന്നിയാലും ഉടനെ അപ്പന് പറയുന്ന ഒരു പ്രകൃതം, അത് ഭയങ്കര സ്റ്റൈലായിട്ട് ആൾക്കാരുടെ ഇടയിലേക്ക് വന്നു. ഒരു ചെറുക്കൻ എന്നോട് പറയാണ്, ഈ ഒരു പയ്യനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നപ്പോൾ ആ പയ്യൻ പറയാണ്, എനിക്ക് ഈ ഉപ്പും മുളകില്ല ബാലു ചേട്ടനെ പോലെ ജീവിച്ചാൽ മതി, എന്നാൽ ഒരു ജോലി എടുക്കാതെ
കൂളായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുക, സാപ്പിടുക, ജീവിക്കുക. അതാണ് അവൻ്റെ ഫിഗർ, മാതൃകാ ഫിഗർ. ഈ വീട് മുഴുവൻ വെച്ച് കണ്ടുകൊണ്ടിരുന്നൊരു സാധനമാണിത്. അങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ അംഗീകാരമില്ലായ്മ, അതോടൊപ്പം ഒരാളെ അംഗീകരിക്കേണ്ടതുപോലെ കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാതെ പെരുമാറുന്ന ഒരു രീതി. ശരിക്കും നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ നന്നായിട്ട് ബഹുമാനിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ വേണ്ടതുപോലെ ആദരിച്ചിട്ടുണ്ടോ? ഭാര്യയെ ബഹുമാനിക്കാത്ത ഒരു ഭർത്താവും ഭർത്താവിനെ ആദരിക്കാത്ത ഒരു ഭാര്യയുമുള്ളൊരു വീടിൻ്റെ അകത്ത് കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവത്തില്ല, കൾച്ചർ ഉണ്ടാവത്തില്ല. അപ്പനെ ആദരിക്കാത്ത ഒരമ്മയും അമ്മയെ ബഹുമാനിക്കാത്ത ഒരപ്പനുമുള്ളൊരു വീട്ടിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് കൾച്ചർ ഉണ്ടാവത്തില്ല, സംസ്കാരം ഉണ്ടാവത്തില്ല. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ കണ്ട് ആശ്വസിപ്പിച്ചുവോ എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ രോഗിയായിരുന്നു. അതിനുള്ള അവസരങ്ങൾ നമുക്ക് ഒരുപാടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. രോഗികളെ നേരിട്ട് കാണുന്നതും സന്ദർശിക്കുന്നതും ആശ്വസിപ്പിക്കുന്നതും ഒക്കെ, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ളവർ അങ്ങനൊരവസ്ഥയിലായിരിക്കുമ്പോൾ അവർക്ക് സാമീപ്യം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ആശ്വാസകരമായ കാര്യമാണ്, വളരെ ആശ്വാസകരമായ കാര്യമാണ്. ഞാൻ അനുഭവങ്ങളൊക്കെ പറയാൻ പോയാൽ ഒരുപാട് നീണ്ടു പോകുന്നതുകൊണ്ട് ഞാൻ വിടുകയാണ്. ഞാൻ എവിടെ ഒരു വീട്ടിലൊരിക്കൽ ചെന്ന, എവിടെയൊന്നുമല്ല, വീടൊക്കെ എനിക്കറിയാം. അവിടെ ചെന്ന അവസരത്തിൽ ഒരമ്മച്ചിനെ വീടിൻ്റെ അകത്ത് പൂട്ടിയിട്ട നിലയിൽ ഞാൻ കണ്ടിരുന്നു. ഞാൻ ഈ അമ്മച്ചി വീടിനകത്തുണ്ടെന്ന് ഞാൻ അറിയില്ല. അവിടെ ഉള്ളവരോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് അവർ ഗ്ലാസ് കാപ്പി തന്ന കാപ്പി കുടിച്ചിട്ട് ഞാൻ ഈ വാഷിംഗ് ബേസിൻ്റെ അവിടെ കഴുകാൻ ഒന്ന് പോയപ്പോൾ അവിടുത്തെ മുറിയിൽ ഒരു അനക്കം കെട്ടി ഞാൻ ചോദിച്ചു, ഇവിടെ ഈ മുറിയിൽ ആരാന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരുടെയും മുഖം മഞ്ഞളിച്ച്, എന്താ വല്യമ്മച്ചി ഉണ്ടെന്ന് പറഞ്ഞാൽ പറയും. ഞാൻ ചോദിച്ചാൽ അതിനെ പുറത്തുനിന്ന് അടച്ചിട്ടേക്കാണ്, നീ അതിനെ അടച്ചിട്ടേക്കുന്നത്? അപ്പോൾ ഞാൻ ഒരു കുഴപ്പമുണ്ട് വെച്ചാൽ എന്നാ, അതെ ഈ വല്യമ്മച്ചി ഈ ബോധമൊന്നുമില്ല. അപ്പോൾ ബോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങിപ്പോകാതിരിക്കാൻ അടച്ചിട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അതല്ല പ്രശ്നം. വല്യമ്മച്ചിക്ക് ബോധമൊന്നുമില്ല, അത് ഈ വല്യമ്മച്ചി നടക്കുന്ന വഴിക്കൊക്കെ ചിലപ്പോൾ ഈ മലമൂത്ര വിസർജനമൊക്കെ നടത്തും. ഞാൻ പറഞ്ഞത് തുറന്നേ, കാണട്ടെ, വല്യമ്മച്ചി ഒന്ന് കാണട്ടെ. ഞാൻ മുറി തുറപ്പിച്ചു. എൻ്റെ സഹോദരങ്ങളെ, സഹിക്കാൻ മേലാത്ത ദുർഗന്ധം, ഒരട്ട് മുഷിഞ്ഞ വസ്ത്രത്തിലിരിക്കുന്ന ഒരു പ്രായമുള്ള സ്ത്രീ, വളരെ നല്ലൊരു വീട്ടിൽ, കഴിവുള്ളൊരു വീട്ടിൽ, ശേഷിയുള്ളൊരു വീട്ടിൽ ഒരു വല്യമ്മയോട് പെരുമാറിയ രീതിയാണിത്. ഇതൊക്കെ ഏത് സ്വർഗത്തിൽ പോകും? എങ്ങനെ സ്വർഗത്തിൻ്റെ പടിവാതിൽ കാണും? വീണ്ടും പറയുന്നു, ഞാൻ പരദേശിയായിരുന്നു, ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, നീ എന്നെ സന്ദർശിച്ചുവോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരാഗ്രഹവാസി എന്ന് പറയുന്ന ഒരാൾ ബന്ധനങ്ങളിൽപ്പെട്ട മനുഷ്യനാണ്. ഏതെങ്കിലുമൊക്കെ ബന്ധനങ്ങളിൽപ്പെട്ട മനുഷ്യൻ, ബലഹീനതകൾക്കകത്ത് വീണുപോയ മനുഷ്യൻ, സ്ത്രീയോ പുരുഷനോ, അങ്ങനെയൊക്കെയുള്ളവരാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവരുടെ ജീവിതങ്ങൾക്കകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധനങ്ങളുണ്ടെങ്കിൽ, നമുക്കറിയാം പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് പാരസെറ്റമോളാണ്. പനി വന്ന ഒരാളെ ചൂരവടി എടുത്ത് അടിച്ചതുകൊണ്ട് പനി പോകുമോ? പനി പോകത്തില്ല. പനി വന്ന ഒരാൾക്ക് കൊടുക്കേണ്ടത് പാരസെറ്റമോളാണ്, അത് കഴിച്ചാലേ പോകത്തുള്ളൂ. ബന്ധനങ്ങളുള്ള ഒരാളോട് പെരുമാറുന്ന രീതി വളരെ പ്രധാനപ്പെട്ടതാണ്. അയാളുടെ ബന്ധനങ്ങൾ അയാളിൽ നിന്ന് അഴിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ അത്തരം സ്നേഹമായിട്ട് അയാളോട് ഇടപെട്ടാൽ മാത്രമേ അയാളുടെ ബന്ധനങ്ങൾ അയാളിൽ നിന്ന് അഴിഞ്ഞു പോവുകയുള്ളൂ. നല്ല പ്രാർത്ഥന, നല്ല ഉപവാസം, നല്ല സ്നേഹപരമായ ഇടപെടൽ, നല്ല മാതൃക, ഇതൊക്കെ വഴിയായിട്ട് മാത്രമേ ഒരാളുടെ ബന്ധനങ്ങൾ മാറിപ്പോകത്തുള്ളൂ. അയാളെ തല്ലിയതുകൊണ്ട്, ചീത്ത പറഞ്ഞതുകൊണ്ട്, ചീത്ത വിളിച്ചതുകൊണ്ട് അതൊന്നും അകന്നു പോകത്തില്ല. അത് ഓർമ്മിക്കുക. ഏറ്റവും ഒടുവിൽ പറയാണ്, ഞാൻ പരദേശിയാണ്, നീ എനിക്ക് പാർപ്പിടം തന്നുവോ? ഇതാണ് ചോദ്യം. ഏതാണ് ഈ ദേശം എന്ന് പറയുന്നത്? വിശുദ്ധ ഗ്രന്ഥത്തിൽ ദേശം എന്ന് വിളിക്കപ്പെടുന്നത് ഹൃദയമാണ്. ഹൃദയം. ഞാൻ പരദേശിയായിരുന്നു എന്ന് പറയുന്നത് ഹൃദയമില്ല എന്നാണോ അതിൻ്റെ അർത്ഥം? അങ്ങനെയല്ല. നമ്മൾ നമ്മുടെ ഹൃദയത്തിന് പുറത്ത് ആരെയൊക്കെ നിർത്തിയിട്ടുണ്ടോ അവരൊക്കെ നമുക്ക് പരദേശികളാണ്. മനസ്സിലായോ പറഞ്ഞത്? നമ്മൾ നമ്മുടെ ഹൃദയത്തിന് പുറത്ത് ആരെയൊക്കെ നിർത്തിയിട്ടുണ്ടോ അവരൊക്കെ നമുക്ക് പരദേശികളാണ്. അതായത് എൻ്റെ ഹൃദയത്തിന് പുറത്ത് ഏതെങ്കിലും കാരണവശാൽ ഞാൻ ഒരാളെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ ആളെനിക്ക് പരദേശിയാണ്. ഒരു പരദേശിയിലും എനിക്കുണ്ടെങ്കിൽ എനിക്ക് ബലി അർപ്പിക്കാൻ പറ്റില്ല.
നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ബലിവസ്തു അവിടെ വെക്കുക, പോയി രമ്യതപ്പെടുക എന്ന് പറഞ്ഞേക്കുന്നു. നിൻ്റെ അപ്പനെ നീ പരദേശിയായി പുറത്ത് നിർത്തിയിട്ടുണ്ടാവും. എന്തിന്? മരിച്ചുപോയ അപ്പനോട് പോലും ക്ഷമിക്കാത്ത മക്കളുണ്ട്, മരിച്ചുപോയ അമ്മയോട് ക്ഷമിക്കാത്ത മക്കളുണ്ട്, ജീവിച്ചിരിക്കുന്ന അമ്മയോട് ക്ഷമിക്കാത്ത മക്കളുണ്ട്. ആർക്കെങ്കിലും സ്വത്ത് കൂടുതൽ എഴുതി കൊടുത്തുകൊണ്ടായിരിക്കും, ആർക്കെങ്കിലും സ്വത്ത് കൂടുതൽ കൊടുത്തുകൊണ്ടായിരിക്കും. 4 നേരവും ഭക്ഷണം കഴിച്ച് പോകാനായിട്ട് ദൈവം നമുക്ക് തന്നിട്ടില്ലേ? പിന്നെ എന്തിനാ നമ്മൾ ഈ പിണക്കമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഓർമ്മിക്കണം സഹോദരങ്ങളെ, ഹൃദയത്തിൽ നിന്ന് ഒരാളെ പുറത്തു നിർത്തിയാൽ അയാൾ നിനക്ക് പരദേശിയായിത്തീരും. നിൻ്റെ ഭാര്യയെ നിൻ്റെ ഹൃദയത്തിന് പുറത്ത് നിർത്തിയിട്ടുണ്ടോ? ഇത് ജീവിതമാണ്, ഇത് സിറ്റിയാണ്, സിറ്റി ലൈഫാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ ബന്ധങ്ങളിലൊക്കെ ഒരുപാട് കല്ലുകടികളുണ്ടാവും. നമ്മുടെ ബന്ധങ്ങളിലൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഭാര്യയെ സ്നേഹിക്കുന്നതിനേക്കാൾ മറ്റൊരാളെ സ്നേഹിക്കാൻ, ഭർത്താവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ മറ്റൊരാളെ ഉള്ളിൽ അഡ്മയർ ചെയ്യാനൊക്കെയുള്ള പ്രലോഭന ചിന്തകൾ ചിലപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. നമ്മളെ വർക്കും ഫീൽഡിലോ അവിടെ ഇവിടെയൊക്കെ നമുക്കിങ്ങനെയുള്ള പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാവാം. എപ്പോഴും ഓർമ്മിക്കുക, നിൻ്റെ ഹൃദയത്തിന് പുറത്ത് നീ ആരെ നിർത്തുന്നുവോ അവർ നിനക്ക് പരദേശികളായി മാറും. അപ്പോൾ ഈശോ ചോദിക്കുകയാണ്, പരദേശിക്ക് നീ പാർപ്പിടം കൊടുത്തുവോ? നിൻ്റെ ഹൃദയം തുറന്നു കൊടുത്തോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയുള്ളപ്പോഴാണ് ഈശോ പറയുന്നത്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകത്തിൻ്റെ ആരംഭം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുവിൻ എന്ന് നമ്മളോട് പറയുന്നത്. ഇനി നിങ്ങൾ പറയുക, സ്വർഗത്തിൽ പോവുക അത്ര എളുപ്പമാണോ? നമ്മൾ വളരെ എളുപ്പമാണെന്ന് വിചാരിച്ചിരിക്കും, പക്ഷെ അത്ര എളുപ്പമാണോ? അത്ര എളുപ്പമല്ല. കാരണം ഈ വചനങ്ങളൊക്കെ നമ്മൾ പാലിക്കാൻ കടപ്പെട്ടവരാണ്. ഞാനൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ടോക്ക് അവസാനിപ്പിക്കുന്നു. ഞാൻ ഒരിക്കലും ഒരു വിദേശ രാജ്യത്ത് ഇതുപോലെ ധ്യാനം നടത്തി. അങ്ങനെ ധ്യാനം നടത്തിയ അവസരത്തിൽ ആ ധ്യാനത്തിൽ സംബന്ധിച്ചുകൊണ്ടിരുന്ന ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വലിയൊരു ആശയക്കുഴപ്പത്തിലായിരുന്നു. അവരുടെ വലിയൊരു ആശയക്കുഴപ്പം എന്ന് പറയുന്നത്, അവർക്ക് 2 കുട്ടികളുണ്ട്. പക്ഷേ 3ാമതൊരു കുഞ്ഞിനെ ഇപ്പോൾ ഗർഭം ധരിച്ചിരിക്കുന്നുവെന്ന് അവരറിഞ്ഞു. പക്ഷേ ഈ കുട്ടിയെ മുമ്പോട്ട് വേണോ വേണ്ടയോ എന്നുള്ള ഭയങ്കരമായ ക്രൈസിസാണ് അവർക്ക് പല പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പല പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുടെ നടുവിൽ ഉഴഞ്ഞപ്പോൾ അവർ വിചാരിച്ചു ഈ കുട്ടിയെ വേണ്ട എന്ന് വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ വേണ്ട എന്ന് വെച്ചു. അവിടെ കുട്ടിയെ വേണ്ടാന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഡോക്ടറിൻ്റെ അടുത്ത് പോകണം. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് അവർ പോയി. ഒരു മലയാളി ഡോക്ടറായിരുന്നു അവർ ചെന്നത് കണ്ടത്. അപ്പോൾ ഈ മലയാളി ഡോക്ടർ അവർ പറഞ്ഞു, ഒന്നുകൂടെയൊക്കെ ആലോചിച്ചിട്ട് പോരെ, ഒന്നുകൂടെയൊക്കെ ആലോചിക്കാൻ മേലെ എന്നൊക്കെ ചോദിച്ചു. സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, കുട്ടി നല്ല ആരോഗ്യമുള്ള കുട്ടിയാണ്, ഒന്നുകൂടെ ആലോചിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവർ വന്നത് ആലോചിച്ച് കഴിഞ്ഞിട്ട് ഇവർ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വീണ്ടും ഡോക്ടറോട് പറയുമ്പം ഡോക്ടർ ഒരു കാര്യം ചെയ്യണം, അവരെ ഒരു സോഷ്യൽ വർക്കറിൻ്റെ അടുത്ത് വിടണം. അപ്പോൾ അതിന് പേപ്പർ എഴുതി കൊടുത്തു, അപ്പോയിൻമെൻ്റ് എടുത്തു. അവർ അപ്പോയിൻമെൻ്റ് എടുത്ത് സോഷ്യൽ വർക്കറിൻ്റെ അടുക്കൽ ആദ്യം പോയി. ഈ സോഷ്യൽ വർക്കർ എന്ന് പറയുന്ന ഒരാൾ നമ്മളെ സഹായിക്കാതിരിക്കുന്ന ആളല്ല, ഈ അബോർട്ട് ചെയ്യാൻ നമ്മളെ എൻകറേജ് ചെയ്യുന്ന ഒരാളായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ, കാരണം ഇത് കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കൊക്കെ നല്ലതാണ്, കുഴപ്പമില്ല, വളരെ സെക്കുലറായിട്ടൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരവിടെ പോയി ആദ്യത്തെ സിറ്റിംഗ് കഴിഞ്ഞ് 2ാമത്തെ ഒരു സിറ്റിങ്ങിൽ അതിലാണ് വെച്ച് ഫൈനൽ പേപ്പർ ഇവർ ഒപ്പിട്ട് കൊടുക്കണം. അങ്ങനെ വന്നപ്പോഴാണ് ഇവർ ധ്യാനം കൂടുന്നത്. അപ്പോൾ ധ്യാനം കൂടിയ സമയത്ത് 2ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ ഒരു കൗൺസിലിംഗ് അപ്പോയിൻമെൻറ്റിനോട് ചോദിച്ചു, 2 രൂപ വന്ന് കാണാനായിട്ട്. അന്ന് അവിടെ ഒരു വീട്ടിലാണ് എന്നെ താമസിപ്പിച്ചിരുന്നത്. അപ്പോൾ ആ വീട്ടിൽ അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഇവർ അവിടെ കൗൺസിലിങ്ങിന് വന്ന് ഇവരുടെ പ്രോബ്ലം പറഞ്ഞു. ഒരു വെച്ചാൽ ഞങ്ങൾ ആരോട് ഇത് പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ വീട്ടിൽ 2 വീട്ടിലും ആർക്കും അറിയത്തില്ല ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്, അവർ 2 പേരും അല്പം വലിയ കുട്ടികളായി. ഇനിയിപ്പോൾ ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു ചമ്മൽ, നാണക്കേടാണൊന്ന്. 2 ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഇച്ചിരി ഞെരുക്കമുണ്ട്, പിള്ളേരെ 2 പേരെയും പഠിപ്പിക്കാനായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇനി ഒരു കുട്ടിയും കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് താങ്ങാൻ പറ്റുമോ എന്ന് ഒരു സംശയം, പ്രയാസമാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഓർമ്മിക്കണം, കുഞ്ഞെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്.
ഒരു കുഞ്ഞില്ലാത്തപ്പോൾ ഇല്ലാത്തവർ അനുഭവിക്കുന്ന സങ്കടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു കുഞ്ഞില്ലാത്തപ്പോൾ ഇല്ലാത്തവർ അനുഭവിക്കുന്ന സങ്കടം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഒരുപാട് പേരെ അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് സഫറിങ്ങിലൂടെ കടന്നു പോകുന്നത്. ദൈവത്തോട് എന്നും ചോദിക്കുന്നവർ, എന്ത് പാപം കൊണ്ടാണ് എനിക്കൊരു കുഞ്ഞില്ലാതെ പോയെന്ന്. ദാനമായി ദൈവം ഉദരത്തിലൊരു ജീവനെ മുളപ്പിക്കുമ്പോൾ, അതിനെ നമ്മുടെ കയ്യിലേക്ക് അങ്ങ് തരുമ്പോൾ, സ്നേഹം വാരിക്കോരി ചൊരിഞ്ഞ് പൊതിഞ്ഞ് ഒരാളെ കയ്യിലോട്ട് തരുമ്പോൾ, അതിനെ വേണ്ട എന്ന് വെക്കുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപം. അതിനെ വേണ്ടെന്ന് നോക്കുന്നതാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു കുഞ്ഞിനെ നമ്മൾ നശിപ്പിക്കാനായിട്ട് ഉള്ളിലേക്ക് നമ്മൾ എന്തെങ്കിലും ഉപകരണങ്ങൾ കടത്തുമ്പോൾ, ഒരു വാക്ക് മിണ്ടാൻ പോലും ശേഷിയില്ലാത്ത ഒരു ജീവൻ ആ വെള്ളത്തിലൂടെ കടന്ന് രക്ഷപ്പെടാൻ വേണ്ടി കിടക്കുന്നൊരു പാച്ചിലുണ്ട്. രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്നൊരു പാച്ചിൽ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് കിട്ടുന്ന അസുലഭമായൊരു ദാനമായിരിക്കും. എൻ്റെ പ്രാർത്ഥനയും എൻ്റെ അപേക്ഷയും നിങ്ങൾ ഒരിക്കലും ഈ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ്. നിങ്ങളുടെ സാമ്പത്തിക മാന്യതയൊന്നും നിങ്ങൾ നോക്കണ്ട. ദൈവമാണ് നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ തന്നിട്ടുള്ളതെങ്കിൽ അതിനെ വളർത്താനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കും, ഉറപ്പ്. അവരവിടുന്ന് തിരിച്ചുപോയി. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഫോം അവർ കീറിക്കളഞ്ഞു, ഒപ്പിടണ്ടായെന്ന് തീരുമാനിച്ചു. രണ്ടാമത്തെ ഒരു സന്തോഷം എനിക്ക് വലിയ കൂടുതലായിട്ടുണ്ട്. ഒരു അബോർഷൻ വേണ്ട എന്ന് വെച്ചുള്ളത് മാത്രമല്ല, അത് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അവരാ കൊച്ചിന് പേരിട്ടത് ജേക്കബ് എന്നാണ്. എൻ്റെ പേരിട്ടു ഒരു കൊച്ചിന് ജേക്കബ് എന്ന് അവരാ കൊച്ചിന് പേരിട്ടു. ഒരു ആൺകുട്ടിയായിരുന്നത്. അതിനുശേഷം അവരെന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛാ, അച്ഛൻ്റെ പേര് ഞങ്ങൾ കൊച്ചിനിട്ടു എന്ന് പറഞ്ഞു. ജേക്കബ് എന്നവർ പേരിട്ടെന്ന് പറഞ്ഞു. അത് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. ഞാൻ ഇതും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു സഹോദരങ്ങളെ. നമ്മുടെ കുടുംബങ്ങളുടെ ഒരു ഐശ്വര്യം, നമ്മുടെ കുടുംബങ്ങളുടെ ഒരു നന്മ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നിങ്ങളുടെ ഒരു ജീവിതകാലത്ത് നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട്, അല്ല നിങ്ങളുടെ ജോലിയുടെ തിരക്കുകൾ കൊണ്ട്, നിങ്ങളുടെ ജോലിയിലെ ഒരു സെക്യൂരിറ്റി ഇല്ലായ്മ കൊണ്ടൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് ഇപ്രകാരം ഒരു തിന്മ നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാണ്, ഹൃദയപൂർവ്വം അത് ഏറ്റു പറഞ്ഞ് നിങ്ങൾ കുമ്പസാരിക്കണം. ഒരിക്കൽ നിങ്ങൾ കുമ്പസാരിച്ചിട്ടുള്ള പാപമാണെങ്കിൽ ഓക്കെ, അത് ഏറ്റു നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഏറ്റു പറഞ്ഞത് കുമ്പസാരിക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനിതിവിടെ പറഞ്ഞപ്പോൾ എന്തുകൊണ്ടത് ഇപ്പോൾ ഇവിടെ പറഞ്ഞു? ഒരു പക്ഷേ അങ്ങനെ ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ ഈശോ അവരുടെ മനസ്സ് തിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞെന്നുകൂടെ ഓർമ്മിക്കണം. ഇതിൻ്റെ അകത്ത് ആരെങ്കിലും കാണുമത്? ഉദരത്തിനകത്ത് വളർന്നു വരുന്ന ഒരു ജീവനെ വേണോ വേണ്ടയോ എന്ന് ഭയങ്കരമായി സംശയിക്കുന്ന ആരോ ഉണ്ടാവും. പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ച് പറയുന്നു, നിങ്ങൾ തകർച്ചയുടെ വഴിയിലേക്ക് പോവണ്ട. ആ ജീവനെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ദൈവമാണ്, അത് ദൈവം നോക്കിക്കൊള്ളും എന്ന് നിങ്ങളെ ധൈര്യപ്പെടുത്തുന്നു. അതുകൊണ്ട് ഒരു തരത്തിലും ഒരു കാലത്തും ജീവിതത്തിൻ്റെ അകത്ത് ഇങ്ങനൊരു തിന്മയ്ക്ക് കൂട്ടുനിൽക്കരുത്, അതിനിരയാവരുത്, അതിന് കൂട്ടുനിൽക്കരുത്. നിങ്ങൾക്കൊരു പക്ഷേ എന്തെങ്കിലും ഒരു ചികിത്സ നടത്തുമ്പോൾ അതിൻ്റെ ഭാഗമായി കുഞ്ഞ് നഷ്ടപ്പെട്ടേക്കാം. അത് സംഭവിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളാണ്. പക്ഷെ അതല്ലാതെ മനഃപൂർവ്വം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ദൈവം തന്നൊരു വലിയ ദാനത്തെ ഒരു കാരണവശാലും കളയുവാൻ പാടില്ല എന്നുള്ളത് കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നത്.